ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേഡ. ക്രിപ്റ്റോ മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. നമുക്ക് മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈവനിങ്ങിലും അതേപോലെ സൺഡേയും സാറ്റർഡേയും 7/24 ഡേയ്സ് മാർക്കറ്റായി ക്രിപ്റ്റോ മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് സിഗ്നൽസ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ക്രിപ്റ്റോ മാത്രമല്ല, നമുക്ക് കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. NSE ക്യാഷ്, ഫ്യൂച്ചർ ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അഗ്രി, അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് ചാർട്ടുകളെ അപേക്ഷിച്ചുള്ള ഏറ്റവും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു പോയിന്റ് എന്നുള്ള സൈഡ് വേസ് ഇൻഡിക്കേഷൻ, അതായത് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ്, എൻട്രി എക്സിറ്റ് മാത്രമല്ല ഫേക്ക് ആയിട്ട് പോകുന്ന റിവേഴ്സലും ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസും തിരിച്ചറിഞ്ഞ് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് പിടിക്കാൻ സാധിക്കും. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് എങ്ങോട്ട് പോകുന്നു, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണം, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മറ്റ് ചാർട്ടുകളെക്കാളും കുറച്ചുകൂടെ നമുക്ക് ബാർ ചാർട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഫ്രഷേഴ്സിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതീരത്തിന് ഞാൻ 1 hour ചാർട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് 5:15 ആണ് നമുക്ക് കൂടുതൽ വെക്കേണ്ടത്. 15 ട്രേഡുകൾ 15 അതേപോലെ 30 ആ ട്രേഡുകളാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ 1 hour എന്ന് പറഞ്ഞാൽ ഫോറക്സിന് നമുക്ക് ആക്ച്വലി 1 hour ആണ്, 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ ക്രിപ്റ്റോയിൽ നമുക്ക് 15ഉം 5ഉം വെക്കാവുന്നതാണ്. നമുക്ക് ചെറിയ ട്രേഡുകളാണ് 15 5. ഇപ്പം 30 വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ്. പക്ഷേ ഇന്ന് വലിയൊരു ഡൗൺ എന്ന് പറയാൻ പറ്റില്ല, സൈഡ് വേസ് ആണ്. പക്ഷെ 1 hour നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആക്ച്വലി സിഗ്നൽസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 25th ശേഷം മാർക്കറ്റ് ഡൗൺ തന്നെയായിരുന്നു. നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റ് 47 പോയിന്റ്സോളം നമുക്ക് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് സോഫ്റ്റ് സിഗ്നൽസ് തന്ന സമയവും എൻട്രി പോയിന്റ് മേലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് താഴെ 3 എണ്ണം. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് വന്ന സമയത്ത് അത് കൺഫേംഡ് അല്ലായിരുന്നു. കാരണം റെഡുമായിട്ട് മാച്ച് ചെയ്ത് ഇവിടുന്നായിരുന്നു. അവിടുന്ന് നമുക്ക് ഒരുപാട് ഇറങ്ങാതെ പെട്ടെന്ന് റിവേഴ്സ് പോയതിന് ശേഷമാണ് പിന്നെ അത് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് കുറച്ച് നേരത്തെ തന്നു, പക്ഷേ കൺഫർമേഷൻ പിറ്റേ ദിവസം വന്നപ്പോൾ സപ്പോർട്ട് അടിക്കാതെ സപ്പോർട്ട് കുറച്ച് കയറി പിന്നെ സപ്പോർട്ട് അടിച്ചിട്ടാണ് താഴ്ത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ട്രേഡ് എടുത്തത്. അത് നമുക്ക് കൺഫർമേഷൻ പെട്ടെന്ന് വരുന്നു, കുറച്ച് ലേറ്റ് കൺഫർമേഷൻസ് നമ്മളവിടെ സപ്പോർട്ടും കൂടെ കട്ടിന് ശേഷം എടുക്കാവൂ. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് വന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് കൺഫേം ആയത്. അതുകൊണ്ട് അവിടെ സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ അത് നമുക്ക് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മാർക്കറ്റ് കയറി, പക്ഷെ അവിടെ ഒരു ബൈ ആയിട്ടില്ല. നമുക്ക് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുമെന്ന് അവിടെ പറയുന്നുണ്ട്. അത് പിന്നെ ഇറങ്ങി അത് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ആക്ച്വലി 25th ശേഷം മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രേഡ് ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം റീ എൻട്രി ലെവൽ, അതായത് ടാർഗറ്റ് 3 ഹിറ്റായതിനു ശേഷം പിന്നെ തരുന്ന റീ എൻട്രി ലെവലാണ്. അപ്പോൾ റെഡ് കണ്ടിന്യൂ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ അപ്പ് ഡൗൺസ് കാണുന്ന മാർക്കറ്റിൻ്റെ ഈ ഗ്രീൻ റെഡ്. അപ്പോൾ നമുക്ക് പകുതിക്ക് വെച്ച് ട്രേഡ് പിടിക്കുമ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കിയിട്ടാണ് നമുക്ക് അടുത്ത ട്രേഡ് വേണം പിടിക്കാം. അവിടുന്ന് റെസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യേണ്ട നല്ല ട്രേഡ് ആണോ അല്ലയോ, നമുക്ക് എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, ഫസ്റ്റ് ആകലിൽ കട്ട് ചെയ്യേണ്ട പോർഷൻ ആണോ എന്നൊക്കെ നമുക്ക് പിടികിട്ടാൻ വളരെ ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ കാണിച്ചിരിക്കുന്ന സൈഡ് വേസ് ആണ്, ഓറഞ്ച്, ബ്ലൂ, വെള്ള, അതേപോലത്തെ കളർ ചേഞ്ചസ് കാണിച്ചിരിക്കുന്ന സൈഡ് വേസ് ട്രെൻഡാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കിൽ നമുക്ക് ആക്ച്വലി നോക്കുന്ന സമയത്ത് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്തിടും. ഇപ്പോൾ ഇപ്പോഴാണ് കുറച്ച് കളർ മാറിയത്. അപ്പം സപ്പോർട്ട് അടിച്ചതിന് ശേഷം എൻട്രി എടുത്തതിന് ശേഷം കളർ ആക്ച്വലി മാറില്ല. ഇന്നിപ്പോൾ മാർക്കറ്റ് കുറച്ച് സൈഡ് വേസ് കാണിക്കുന്നുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ താഴെ ഇപ്പോഴും റെഡാണ്. സെല്ലിൽ നിന്ന് ബൈയിലേക്ക് മാറിയിട്ടില്ല. കാരണം മാറിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആക്ച്വലി താഴത്തെ കൺഫർമേഷൻ ബാർ മാറും. ഇവിടെ സൈഡ് വേസ് കളർ വരും, എക്സ്ട്രാ കളർ കാണിച്ചു തരും. അതേപോലെ റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് മെസ്സേജും നമുക്കവിടെ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് റീ എൻട്രി ലെവലായിട്ട് കാണിച്ചു തരും. പിന്നെ ടാർഗറ്റ് 3 ഹിറ്റായതിനു ശേഷം പിന്നെയും മാർക്കറ്റ് കണ്ടിന്യൂ ആണ്, നമുക്ക് അവിടെ റെഡ് തന്നെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ സ്ട്രാറ്റജി വെച്ച് ഏത് മാർക്കറ്റും നമുക്ക് സപ്പോർട്ടാണ് ഇതേ സ്ട്രാറ്റജി. അപ്പോൾ ഇതേപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിൽ സെറ്റ് ചെയ്യാവുന്ന വേർഷൻസ് ഉണ്ട്. 8 ടൈപ്പ് ഉണ്ട്, അതേപോലെ സ്കാനറും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം. അതേപോലെ ഇന്നത്തെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ 30 വെച്ച് കാണിച്ചില്ല. ഇന്നത്തെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് 2-3 ദിവസമായിട്ട് ബൈ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടില്ലേ, നമുക്ക് ബൈ തന്നെയാണ് ഹോൾഡിങ്. അപ്പം ഇന്നും രാവിലെ അതേപോലെ മാർക്കറ്റ് രാവിലെ കുറച്ചിറങ്ങിയ ശേഷം പിന്നെ മാർക്കറ്റ് കയറി അവിടെ നിന്ന് ഒറ്റ കയറ്റ് വന്നു. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കുന്നു, പക്ഷെ അവിടെ സെല്ലായിട്ടില്ല. നമുക്ക് തിരിച്ചു കയറാൻ ചാൻസ് ഇനിയും പറയുന്നുണ്ട്. അത് 15 മിനിറ്റ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുന്ന് ഇന്ന് രാവിലെ ഒരു സെല്ല് വന്ന് കൺഫേം തിരിച്ച് ബൈ വന്ന് കയറിയിട്ടുണ്ട്. അവിടുന്ന് ഓൾമോസ്റ്റ് 35 പോയിന്റോളം കയറുന്നതിന് ശേഷം കുറച്ചൊന്ന് ഇറങ്ങി നോക്കിയേ. അപ്പോൾ അവിടെ ഇറക്കം സംഭവിച്ചില്ല, തിരിച്ച് പിന്നെയും കയറുമെന്ന്
അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.